ഇവിടെ ഞാൻ യെല്ലോ എന്ന് പറയുന്ന ഒരു വേരിയബിളിലെ വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏത് ടൈപ്പാണ് എന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ്. ഇത് ഡീബഗൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ഇതിവിടെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയാം. ടൈപ്പ് ഓഫ് എന്ന് കൊടുക്കാം. ഏതാണോ നമ്മുടെ വേരിയബിൾ ആ വേരിയബിളിൻ്റെ നെയിം കൊടുക്കുക. ഇപ്പോൾ യെല്ലോയുടെ ടൈപ്പാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഞാനിത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റൺ ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ ഡബിൾ എന്ന ഇതിൻ്റെ ടൈപ്പ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ടൈപ്പ് ഓഫ് എന്ന് നൽകുക. അതിനുശേഷം ഏതാണോ ആ വേരിയബിളിൻ്റെ നെയിം പറഞ്ഞ് നൽകുക. ഇനി വേറെ ടൈപ്പുകൾ, നമ്മൾ യൂസർ ഡിഫൈൻഡ് ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടേതായ ടൈപ്പ് സ്ട്രക്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സ്ട്രക്റ്റിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്, ഡി എന്ന് നൽകുന്നു. ഡി. പിന്നെ ഫീൽഡുകളാണ് ഇവിടെ നൽകേണ്ടത്. തൽക്കാലത്തേക്ക് ഞാൻ ഫീൽഡുകളൊന്നും നൽകുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും സ്ട്രക്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വരും ലെസണുകൾ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇത് നമ്മുടേതായ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതി എന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിലും വളരെ സിമ്പിളാണ്. ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡി എന്ന് കൊടുക്കുന്നു. കൂടാതെ എൻ്റെ കൺസ്ട്രക്ടർ ഇവിടെ നൽകണം. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഡി എന്ന് തന്നെ വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ടൈപ്പാണ്. അതിൻ്റെ ഇൻഫർമേഷനാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് സ്ട്രക്റ്റിനെ പറ്റി കൂടുതൽ ലെസൺസ് വരും വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഞാനത് റിമൂവ് ചെയ്യണം. സ്വിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഓപ്ഷണൽസ് എന്ന് പറയുന്നത്. ഓപ്ഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്ഷണൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് വാല്യൂ ആബ്സെൻ്റ് ആയിരിക്കും, നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കില്ല. അതായത് എതർ ദർ ഈസ് എ വാല്യൂ, ചിലപ്പോൾ അവിടെ വാല്യൂ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ അതിനെ അൺറാപ്പ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് എന്നാലേ ഉള്ളൂ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാല്യൂവേ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഓപ്ഷണൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ഓപ്ഷണൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം എന്ന് നോക്കാം. കോൺസ്റ്റൻറ്റ് നമുക്ക് ഇതുപോലെ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ഓപ്ഷണൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, വാർ നം. ഞാൻ ടൈപ്പ് പറഞ്ഞു നൽകുന്നു, സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ ഒരു ഡെക്ലറേഷനാണ്. ഇതിനെ ഓപ്ഷണൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുന്നു. ഇതൊരു ഓപ്ഷണൽ വേരിയബിളാക്കി മാറ്റുന്നു. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇതിന് അസൈൻമെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇതിന് നമ്മിൽ എന്ത് കാണും, നിൽ അല്ലെങ്കിൽ നൾ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ്, ഇത് കണ്ടോ, നമുക്കിവിടെ കാണാൻ സാധിക്കും നിൽ എന്നുള്ള വാല്യൂ ഇതിലുണ്ടായിരിക്കും. എന്നാൽ ഇതിനെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ നൽകുമ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് വാല്യൂ ഇല്ലെങ്കിൽ പോലും എന്തായിരിക്കും, അതിൻ്റെ ഡീഫോൾട്ടായിട്ട് നിൽ എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടായിരിക്കും. എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 2 3 അല്ലേ, ഇതൊരു സ്ട്രിങ് ആണ്. അതുകൊണ്ട് ഞാൻ 1 2 3 എന്ന് നൽകിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മിന് ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നില്ലായിരിക്കും അത് റിട്ടേൺ ചെയ്യുക, നില്ലായിരിക്കും അത് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, വാല്യൂ ഒന്നും ഇല്ലെങ്കിലും അതിന് നില്ലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇതിന് വാല്യൂ ലഭിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അതിനെ അൺറാപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് നൽകുന്നു. ഓക്കെ, ഇനി ഞാനത് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് 1 2 3 എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ 1 2 3 അതായത് ഈ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. ഇതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. ഏതിലോട്ടായിരിക്കും ഞാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്? ഇവിടെ ഈ 1 2 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്. ഇവിടെ നമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു സ്ട്രിങ് വാല്യൂ ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ഞാനിവിടെ ടൈപ്പ് കൺവേർഷൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മിൽ എന്താണ്, എനിക്ക് 1 2 3 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണുള്ളത്. ഇതിനെ എനിക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, നമ്പർ. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നംനെ വിളിക്കുന്നു. ഓക്കെ, അപ്പോഴേക്കും അൺറാപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഇങ്ങനെ മാത്രം ചെയ്തുകൊണ്ടായില്ല, എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഇൻറ്റ് എന്ന് നൽകുന്നു. ഇൻറ്റിനുള്ളിലേക്ക് ഞാൻ നമ്മിനെ നൽകും. നമ്മുടെ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, 1 2 3 ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് പ്രിൻറ്റ് ചെയ്യാം, നമ്പർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അൺറാപ്പ് ചെയ്യുന്നു. ദെൻ ഓക്കെ, നമുക്കിവിടെ 1 2 3 എന്ന് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഇവിടെ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ ടൈപ്പ് ഏതായിരിക്കും, പ്രിൻറ്റ് ടൈപ്പ് ഓഫ് നമ്പറിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം.
ഇവിടെ നമ്മൾ ഫോഴ്സ് ആൻഡ് റാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിൽ ലഭിച്ച പോലെ തന്നെ ടൈപ്പ് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു എക്സ്ക്ലമേഷൻ മാർക്ക് നൽകുന്നു, അതിനുശേഷം പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും ഇൻറ്റ്, അതിനുശേഷം നമ്മുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിലായിക്കോട്ടെ, അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് സം ഓഫ് 2 നമ്പേഴ്സ്, അതായത് നമ്മൾ കീബോർഡിൽ നിന്ന് 2 നമ്പേഴ്സിനെ റീഡ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ സം കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ നമ്മുടെ കൺസോളിൽ നമ്മുടെ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് എങ്ങനെ സ്വിഫ്റ്റിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വേരിയബിൾസ് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് നമ്പർ, മറ്റ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്ന 2 വേരിയബിൾസിലേക്കായിരിക്കും ഞാൻ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ. ഈ റീഡ് ചെയ്യുന്ന വാല്യൂ എന്തായിട്ടായിരിക്കും ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത്? സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഫസ്റ്റ് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ C++ പ്രോഗ്രാമിൽ നമ്മളൊരു മെസ്സേജ് യൂസറിന് നൽകും. എന്താണ്? എൻ്റർ എ നമ്പർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് യൂസറിന് നൽകാറുണ്ട്. അത് തന്നെ നമുക്കിവിടെ നൽകാം. പ്രിൻറ്റ് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി ഞാൻ ഈ ഫസ്റ്റ് നമ്പറിനെ റീഡ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഫസ്റ്റ് നമ്പർ. അതിൻ്റെ ടൈപ്പ് ഞാൻ പറഞ്ഞു നൽകുന്നു, സ്ട്രിങ് ഈക്വൽസ് റീഡ് ലൈൻ. ഇവിടെ നമ്മൾ റീഡ് ലൈൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീഡ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കീബോർഡിൽ നിന്ന് നമ്മുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയുള്ളൊരു ഫംഗ്ഷനാണ് റീഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോഴേക്ക് ഇവിടെ എറർ വന്നത് എന്താണ്? കാരണം ഈ റീഡ് ലൈൻ ഉപയോഗിക്കുമ്പോഴേക്കും അതിൽ നമ്മൾ എൻ്റർ ചെയ്യാതെ വിടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാനുള്ള പ്രോംപ്റ്റ് വന്നു, പക്ഷേ നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. എന്താണ്? അവിടെ എറർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയബിളിനെ എന്താക്കണം? ഓപ്ഷണലാക്കണം. അതാണ് നമ്മൾ നേരത്തെ ഓപ്ഷണലിനെ പറ്റി പറഞ്ഞത്. ഇനി ഓപ്ഷണലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാരണം ഓപ്ഷണലാണെങ്കിൽ ഒന്നെങ്കിൽ നില്ലായിരിക്കും, അതല്ലെങ്കിൽ യൂസർ വാല്യൂ നൽകും. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നൽകിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നില്ല് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനെ നമ്മളിതിനെ ഓപ്ഷണലാക്കുന്നു. ഇനി എന്താണ്? അടുത്തൊരു മെസ്സേജ് നൽകുകയാണ്. സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു മെസ്സേജ് നൽകുന്നു. ഇനി അത് മറ്റൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നമ്പർ സ്ട്രിങ് ഓപ്ഷണലാക്കുന്നു. റീഡ് ലൈൻ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ട് സം എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 0 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും 2 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ ലഭിച്ച ഫസ്റ്റ് നമ്പറിനെയും സെക്കൻഡ് നമ്പറിനെയും ടൈപ്പ് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിനെന്താക്കി മാറ്റണം? നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്ത എന്താണ്? സ്ട്രിങ് ആണ്, ക്യാരക്ടേഴ്സാണ്. അതൊരിക്കലും വെച്ചിട്ട് നമുക്ക് അഡീഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ എന്താക്കി മാറ്റണം? അതിനെ ഇൻറ്റീജറാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു കൺവേർഷന് വേണ്ടി 2 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്പറിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഏതിലേക്ക്? ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനായിട്ട് ഫസ്റ്റ് നമ്പറിന് മാത്രം നൽകിയാൽ പോരാ, എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അത് ഇൻറ്റിനുള്ളിൽ നൽകുന്നു. ഇൻറ്റ് ഓഫ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇവിടെ എററായിരിക്കും ഉണ്ടാകാൻ പോവുക. കാരണം എന്ത് ചെയ്യണം? അതിനെ ഫോഴ്സ് ആൻഡ് റാപ്പ് ചെയ്യുന്നു. എന്നാലും പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡീഫോൾട്ട് വാല്യൂ കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു വാല്യൂ ഇല്ലാത്ത കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടെ നമ്മളൊരു ഡീഫോൾട്ട് വാല്യൂ കൂടെ അതിന് സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോഴേക്കും നമ്മൾ വാല്യൂ ഒന്നും ഇല്ലാതെ നൽകിയാലും നമ്മുടെ ഓപ്പറേഷൻ എറർ ഇല്ലാതെ മുന്നോട്ട് പോകണം. അതിനായിട്ട് ഞാനൊരു ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ പേരാണ് കോലസ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റർ ഞാൻ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇതിൻ്റെ ഈ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇവിടെ 0 നൽകുന്നു. ഓക്കെ, ഇവിടെ ഞാൻ കോളസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അതിനുശേഷം ഞാനൊരു വാല്യൂ നൽകി. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് എവിടെ നിന്നാണ് വാല്യൂ ലഭിക്കുന്നത്? അതായത് കൺവേർട്ട് ചെയ്യപ്പെട്ട ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ നില്ലാകാം, അതല്ലെങ്കിൽ വാല്യൂ ഒന്നും ഇല്ലാതെ യൂസർ എൻ്റർ ചെയ്യാം. അപ്പോഴേക്കും എന്തായാലും അപ്പോൾ ഇതിലേക്ക് വാല്യൂ ഒന്നും ഇല്ലാതെ എൻട്രി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ
അങ്ങനെ ഒരു കേസ് വരല്ല. ആ കേസ് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് 0 നൽകിയത്. അതായത് ഇതിൻ്റെ ഈ ഫസ്റ്റിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ആയിരിക്കും ഇത്. ഓക്കെ, ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം. ഇതുപോലെ തന്നെ സെക്കൻഡ് വേരിയബിളും നൽകുന്നു. സെക്കൻഡ് ഈക്വൽസ് ഇൻറ്റ് ഓഫ് സെക്കൻഡ് നമ്പർ, ഓപ്പറേറ്റർ നൽകുന്നു. അതിനുശേഷം 0. ഇനി കാൽക്കുലേഷൻ ചെയ്യാം. സം ഈക്വൽസ് ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സം ഓഫ് 2 നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്ത് കാണണം. അതിനായിട്ട് പ്രിൻറ്റ് സം ഓഫ് 2 നമ്പേഴ്സ്. അതിന് ഞാൻ ആക്സസ് സമ്മിനെ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യുന്നു, സം. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് കേസിൽ ഞാൻ 40 നൽകുന്നു. സെക്കൻഡ് നമ്പർ ഞാൻ 20 നൽകുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും സം ഓഫ് 2 നമ്പേഴ്സ് 60 എന്ന് ലഭിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ റൺ ചെയ്യുകയാണ്. ഞാൻ ആദ്യ നമ്പർ കൊടുക്കാൻ മറന്നുപോയി, ഞാൻ അങ്ങ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സെക്കൻഡ് നമ്പറും കൊടുക്കുന്നില്ല, എൻ്റർ അടിച്ചു. നമുക്ക് കണ്ടോ സം ഓഫ് 2 നമ്പേഴ്സ് 0 വന്നു. കാരണം എന്താണ്, ഇത് ഈ 0 ആണ് ഇവിടുന്ന് ആക്സസ് ചെയ്ത് സം ചെയ്തത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമ്പർ നൽകി, സെക്കൻഡ് നമ്പർ നൽകാൻ മറന്നുപോയി. അപ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കാം, സെക്കൻഡ് നമ്പർ എന്തായിട്ട് എടുക്കും, 0 ആയിട്ട് എടുക്കും. ഫസ്റ്റ് നമ്പർ വെച്ച് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് 7 ലഭിച്ചു. ഓക്കെ, ഇനി മറ്റൊരു കേസും കൂടെ കാണിക്കാം. ഫസ്റ്റ് നമ്പറിൽ ഞാൻ നില്ലെന്ന് കൊടുത്തു, സെക്കൻഡ് ഞാൻ I എന്ന് കൊടുത്തു. അപ്പോൾ കണ്ടോ 0 ആയിട്ട് വരുന്നു. അതായത് നമ്മൾ എന്തവിടെ നൽകിയാലും ആ വാല്യൂ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്സെപ്റ്റ് ചെയ്യാതെ ഡീഫോൾട്ട് വാല്യൂയിലേക്ക് പോകും. കാരണം അവിടെ എറർ വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് സ്വിഫ്റ്റിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഇത്രയും അടിപൊളി ലാംഗ്വേജ് വേറെ ഇല്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും ടൈപ്പ് സേഫ്റ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. എററുകൾ വരാതെ നമുക്ക് നമ്മുടെ കോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. Thanks for watching this video and please subscribe the channel.